ഹായ്, വെൽക്കം ടു സക്കുലൻ ഡയറി. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബിഗോണിയേഷ്യ കുടുംബത്തിലെ കുറച്ച് പൂച്ചെടികളെക്കുറിച്ചാണ്. ഇവർ ബിഗോണിയ എന്നറിയപ്പെടുന്നു. ഈ ജനുസിൽ 2000-ലധികം വ്യത്യസ്ത സസ്യയിനങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഈർപ്പമുള്ള ഉഷ്ണമേഖല കാലാവസ്ഥയാണ് ബിഗോണിയയുടെ ജന്മദേശം. നമുക്കിവയെ പാർഷ്യൽ ഷെയ്ഡ് ഓർ ഫിൽറ്റേർഡ് സൺലൈറ്റ് കിട്ടുന്ന ഇടങ്ങളിൽ വയ്ക്കാവുന്നതാണ്. ബിഗോണിയ ചെടികളെ നമുക്ക് 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം: ഫൈബ്രസ്, റൈസോമാറ്റസ്, ട്യൂബ്രസ്. ഇതിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാക്കുന്ന ചെടികൾ ട്യൂബ്രസ് ബിഗോണിയകളാണ്. അതുകൊണ്ട് തന്നെ അവരെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവരാണ് ട്യൂബ്രസ് ബിഗോണിയകൾ. ഇലച്ചന്തം കൊണ്ടും പൂക്കൾ കൊണ്ടും വളരെ മനോഹരങ്ങളാണ് ട്യൂബ്രസ് ബിഗോണിയകൾ. അത്യാവശ്യം നന്നായി മോയ്സ്ചർ ഇഷ്ടപ്പെടുന്ന ചെടികളാണ് ട്യൂബ്രസ് ബിഗോണിയകൾ. നല്ല ഒരു ഡ്രെയിനേജ് ഉള്ള പോട്ടിംഗ് മിക്സിലാണ് നമുക്കിവരെ നടേണ്ടത്. ഒരുപാട് വലിയ ചട്ടികളിൽ നട്ടുവയ്ക്കാൻ പാടില്ല. സെമി ഷെയ്ഡഡ് ഏരിയകളിൽ വളർത്താവുന്നതാണ്. ഫുൾ സൺലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ഇലകൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നല്ല ഡ്രെയിനേജ് ഉള്ള പോട്ടിംഗ് മിക്സ്, അതായത് വെള്ളം ഒഴിച്ച ഉടനെ അത് ഊർന്നു പോകണം. അത്തരത്തിലുള്ള ഒരു പോട്ടിംഗ് മിക്സാണ് നമ്മൾ ഇവർക്കായിട്ട് നൽകേണ്ടത്. എങ്കിൽ മാത്രമേ നന്നായി വളരൂ. നല്ല പൂക്കൾ ലഭിക്കുന്നതിനായി മാസത്തിലൊരിക്കൽ NPK 20:20:20 നമുക്ക് കൊടുക്കാവുന്നതാണ്. ഒരുപാട് ഷെയ്ഡിൽ വെച്ച് കഴിഞ്ഞാൽ പൂക്കൾ ഉണ്ടാകില്ല, ഇലകൾ മാത്രം വരുന്നതായിരിക്കും. ഇടയ്ക്കൊക്കെ കുറച്ച് ഫിൽറ്റേർഡ് സൺലൈറ്റ് കിട്ടുന്ന പോലെ വേണം ഇവരെ പ്ലേസ് ചെയ്യാൻ. ഉണങ്ങിയ ഇലകളും ഉണങ്ങിയ പൂക്കളും മാറ്റി ചെടിയെ എപ്പോഴും ക്ലീനായി സൂക്ഷിക്കേണ്ടതാണ്. അതിനുവേണ്ടി ഉണങ്ങിയ ഇലകളുടെ സ്റ്റെമ്മിനോട് ചേർന്നുള്ള ഭാഗം ഒരു നൈഫോ, നല്ല ഷാർപ്പായിട്ടുള്ള നൈഫോ ബ്ലേഡോ വെച്ച് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോഴാണ് ഈ ചെടി നല്ല ഭംഗിയായിട്ട് ഇരിക്കുക. മീലി ബഗ്സ് അതുപോലെ തന്നെ പുഴുക്കളൊക്കെ ഇവരെ ആക്രമിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ബിഗോണിയയുടെ സീഡാണ് കേട്ടോ. ഈ സീഡ് കവറിനുള്ളിൽ ഏകദേശം 3 മില്യണോളം സീഡ്സ് അടങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഗാർഡൻ വേൾഡിലെ ഏറ്റവും ടൈനിയസ്റ്റ് സീഡ് ബിഗോണിയകൾക്കാണ് ഉള്ളതെന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങൾക്കറിയോ, പണ്ട് കാലങ്ങളിൽ യുദ്ധവീരന്മാർ അവരുടെ വാള്, പരിച അങ്ങനെയുള്ള യുദ്ധ സാമഗ്രികളുണ്ടല്ലോ, ഇതൊക്കെ പോളിഷ് ചെയ്യുന്നതിനായിട്ട് ഈ ബിഗോണിയയുടെ ഇലകളായിരുന്നു അത്ര ഉപയോഗിച്ചിരുന്നത്. നിറയെ വാട്ടർ കണ്ടൻ്റുള്ള ഇലകളാണല്ലോ. സോ ഇതൊക്കെയാണ് ബിഗോണിയ. ട്യൂബ്രസ് ബിഗോണിയകൾ ലീവ്സ് എഡ്ജ് ഗാർഡനിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ 7598650189 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ബിഗോണിയ മാത്രമല്ല, സക്കുലൻസ്, കാക്ടസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ.